السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ما جعل الله من بحيرة ولا سائبة ولا وصيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത നൽകി ജീവിക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തുനിന്ന് വിട പറയുന്ന അവസാന നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് മഴക്കാലം മാറിക്കഴിഞ്ഞാൽ ഇനിയുള്ള മാസങ്ങളിൽ വളരെ വ്യാപകമായി കൊണ്ട് ആരംഭിക്കുന്ന ഒരു കാര്യമാണ് നേർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് പരിപാടികൾ. എല്ലാ കവലകളിലും അങ്ങാടികളിലും ബസ്സുകളിലും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ അതിൻ്റെ ബാനറുകളും നോട്ടീസുകളും ഒക്കെ ഒട്ടിച്ച് ഓരോ നേർച്ച കേന്ദ്രങ്ങളിലേക്കും മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ
എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ് അതിൻ്റെ ആളുകൾ. പല പേരുകളിലുള്ള നേർച്ചകൾ, അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കേണ്ടെന്ന ആവശ്യമില്ലാത്തത്ര നമ്മളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നു നോട്ടീസുകൾ. ഈ നോട്ടീസുകൾ പ്രകാരം ഇങ്ങനെ ഒരു നേർച്ചാ സമ്പ്രദായം ഇസ്ലാമിൽ ഉള്ളതാണ് എന്നാണ് മുസ്ലിം ബഹുഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഉസ്താദുമാര് തന്നെ പറയാറുണ്ട്, നേർച്ചകളിലെ അനാചാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന്. അപ്പൊ പിന്നെ നേർച്ച അവിടെ സ്ഥാപിതമായി. നേർച്ച ഉണ്ട്, ആ ഉള്ള നേർച്ചയുടെ അനാചാരം ഒഴിവാക്കിയാൽ മതി, എന്നാ പ്രശ്നമൊന്നുമില്ല എന്നിടത്താണ്. ഇസ്ലാമിൽ സത്യത്തിൽ നേർച്ചയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് നേർച്ച? ആ നേർച്ചയിലേക്ക് അനാചാരങ്ങൾ കടന്നു വരാൻ വല്ല സാധ്യതയും ഉണ്ടോ? വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു നേരിയ അറിവെങ്കിലും ആവശ്യമാണ് എന്നതുകൊണ്ട് വളരെ അപകടകരമായ, വിശ്വാസികളുടെ ഈമാനും സമ്പത്തും ചൂഷണം ചെയ്യുന്ന നേർച്ചകൾ കൊടികുത്തി വാഴുമ്പോൾ അത് എന്താണ്, എന്തായിരിക്കണം, എന്താവരുത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം വിശ്വാസികൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുള്ള ചോദ്യം ഇസ്ലാമിൽ നേർച്ചയുണ്ടോ എന്നതാണ്. ഇസ്ലാമിൽ നേർച്ചയുണ്ട്. എന്താണ് നേർച്ച? ഇസ്ലാമിലുള്ള നേർച്ച അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സുന്നത്തായിട്ട് നിയമിച്ചിട്ടുള്ള, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ആരാധന. അതിനെ ഞാൻ നിർബന്ധമായിട്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ നിയ്യത്ത് ചെയ്യുന്ന, നേർച്ചയാക്കുന്ന സമ്പ്രദായമാണ് ഇസ്ലാമിലുള്ള നേർച്ച. അഥവാ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് സുന്നത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തിങ്കളാഴ്ചത്തെ നോമ്പിനെ ഒരാള് അതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ തീരുമാനിക്കുകയാണ്, ഈ തിങ്കളാഴ്ചത്തെ നോമ്പ് ഞാൻ നിർബന്ധമായിട്ടും നോൽക്കും എന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ നേർച്ചയാക്കിയാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് പിന്നെ അവന് നിർബന്ധമായിട്ടും ആ നോമ്പ് നോറ്റിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ശർഈപരമായിട്ട് അവന് നോമ്പ് നിർവഹിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് നിർവഹിക്കണം, അതവനക്ക് ഒഴിവാവില്ല. മറ്റൊന്ന്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാവിലെ ഒരാള് ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക വീട്ടിൽ നിന്ന്. അപ്പൊ വീട്ടിൽ നിന്ന് ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അയാൾ തീരുമാനിക്കുകയാണ്, ഇന്ന് ളുഹർ വരെ, ഇന്ന് അസർ വരെ പറ്റുന്ന ഒരു സമയം അത്രയും ഞാൻ അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കും എന്ന് നേർച്ചയാക്കുക. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനത് തീരുമാനിച്ചിരിക്കുന്നു. എങ്കിൽ പിന്നെ ആ മനുഷ്യന് ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ ആ ഇഅ്തികാഫിന് അനുവദനീയമായ ശർഈപരമായ ഒരു കാരണവുമില്ലാതെ ഇഅ്തികാഫ് ഒഴിവാക്കി പോകാൻ പറ്റൂല. ആ ഇഅ്തികാഫ് അദ്ദേഹം നിർവഹിച്ചിരിക്കണം. ഇതാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്ന ഏതാനും ചില കാര്യങ്ങളിലെ 2 ഉദാഹരണങ്ങൾ. ഇതിലൊരിക്കലും അനാചാരം കടന്നു വരാൻ ഒരു വകുപ്പുമില്ല. കാരണം അത് അതിൻ്റെതായ രീതിയിൽ അത് നിർവഹിക്കപ്പെടുന്നു. അപ്പൊ പിന്നെ നേർച്ചകളിലെ അനാചാരം ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് വേറെയാണ് സംഭവം. ഇല്ലാത്ത ഒന്നിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അനാചാരം ഒഴിവാക്കിക്കൊണ്ട് നേർച്ചയെ നിലനിർത്തണം എന്ന് പറയുന്നത്. എന്താണ് സഹോദരങ്ങളെ നേർച്ച എന്നതിനെ കുറിച്ച് ഒരുപാട് മഹല്ലുകളിൽ ഇപ്പോൾ സജീവമായി ചർച്ച നടക്കുകയാണ്. കഴിഞ്ഞ ഒരു 10-12 ദിവസമായി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കൂട്ടുമൂച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് കൊടക്കാട് മഹല്ലിലെ സഹോദരങ്ങൾ അടങ്ങുന്ന, അവിടുത്തെ ഉസ്താദും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഈ നേർച്ചയെ കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നടക്കുന്ന ഈ കൊടികുത്ത് നേർച്ച, മഹാന്മാരുടെ പേരിൽ മൃഗങ്ങളെ നേർച്ചയാക്കി അറുത്ത് ഭക്ഷിക്കപ്പെടുന്ന നേർച്ച, പല മഹാന്മാരുടെ പേരിലും മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതിയിൽ അപ്പങ്ങൾ ഉണ്ടാക്കി
ഇപ്പൊ തലവേദനയാണ് ഒരാൾക്കെങ്കിൽ എൻ്റെ തലവേദന മാറണേ എന്ന് നേർച്ചയാക്കിയിട്ട് തലന്റെ രൂപത്തിൽ അപ്പുണ്ടാക്കുക. അപ്പത്തമ്മ കണ്ണും മൂക്കും എന്തൊക്കെ തലമുണ്ടോ അതൊക്കെ വേണം. എന്നിട്ട് ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പവാണിപ നേർച്ച നടക്കുന്ന ഇടിയങ്ങര ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കാം. അവിടെ അത് കൊടുക്കുക. ശരീരത്തിന്റെ ഏത് ഭാഗത്തിലാണോ രോഗമുള്ളത് ആ രൂപത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് നിയമം. ആരാ നിയമം ഉണ്ടാക്കിയത്? ഇബ്ലീസ് ഉണ്ടാക്കി കൊടുത്ത നിയമമാണ്. അള്ളാന്റെ ദീനിൽ അങ്ങനെ ഒരു നിയമമില്ല. അങ്ങനെ ഒരു നേർച്ച ഉണ്ടെങ്കിലല്ലേ അതിലേക്ക് നിയമം വരുള്ളൂ. അതുകൊണ്ട് തന്നെ നേർച്ച പരിപൂർണമായിട്ടും ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. ശൈത്താൻ മനുഷ്യരെ വഴിതെറ്റിച്ച ഒരു മാർഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ നേർച്ച സമ്പ്രദായങ്ങൾ മുഴുവനും. ഒന്നും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ചില സ്ഥലത്തേക്ക് തൊട്ടിലാണ് നേർച്ച. എന്തിനാ? കുട്ടി ഉണ്ടാവാൻ. വിവാഹം കഴിഞ്ഞ ഒരുപാട് കാലമായി, കുട്ടികളില്ല. അപ്പൊ ഇനി ഇന്ന സ്ഥലത്ത് ഇന്ന മക്കാമിലേക്ക് നിങ്ങൾ ഒരു തൊട്ടിൽ നേർച്ചയാക്കി നോക്കിയില്ല. അങ്ങനെ ഒരു നേർച്ച ഇല്ല. ചില സ്ഥലത്തേക്ക് ബീഡിയും തീപ്പെട്ടിയാണ് നേർച്ച. മുർക്കാനും വെറ്റിലയും പുകയിലയും നേർച്ചയാക്കുന്ന നേർച്ച മക്കാമുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നേർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ സഹോദരങ്ങളോട് പറയാനുള്ളത് അത് പരിപൂർണമായിട്ട് ശിർക്കാണ്, മുശ്രിക്കുകളുടെ ആചാരമാണ്. ഇസ്ലാമിൽ അതിൽ യാതൊരു സാധ്യതയും ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലിനി എന്തെങ്കിലും അനാചാരമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. നേർച്ച തന്നെ അനാചാരമാണ്, ബിദ്അത്താണ്, ശിർക്കാണ്, കുഫറാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആ ഒരു കാരണം കൊണ്ട് തന്നെ നരകത്തിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ തന്നെ ഈമാന്റെ കാര്യത്തിൽ പല സ്ഥലങ്ങളിലേക്കത് കൊടുത്ത് സ്വന്തമായ ഒരു ഈമാൻ ഇല്ലാത്ത ആളുകളായി വിശ്വാസികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടുന്ന മുജാഹിദുകളുടെ കൂട്ടത്തിൽ പോലും നുഴഞ്ഞു കയറി ഞങ്ങൾ മുജാഹിദുകളാണെന്ന് പറഞ്ഞ് ശിർക്കിന് പ്രതിഫലനമുണ്ട് എന്ന് ഉറക്കെ പറയുന്ന ആളുകൾ പല സ്ഥലത്തും നമ്മൾ അവരുടെ അപശബ്ദങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ ശിർക്ക് ചെയ്താലും അതിനും പ്രതിഫലനമുണ്ട്, ഒന്നുമില്ലാത്തൊരു കാര്യമൊന്നല്ല നിങ്ങൾ ചെയ്യണത് എന്ന് ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ അതുമായി ഒരു ബന്ധവുമില്ലാത്ത ആയത്ത് ഓതിയിട്ട് അതിന് ആളുകൾക്ക് അതിലേക്കുള്ള ആവേശവും അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ മുജാഹിദുകളുടെ പേരിൽ തന്നെ സ്റ്റേജുകൾ കെട്ടി സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ, ദഅവത്ത് നിർവഹണം നമ്മുടെ ബാധ്യതയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായി ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം എന്നത് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ പറയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഏകദേശം ഒരു മാസം മുമ്പ്, നവംബർ മാസത്തില് നമ്മുടെ വൈലത്തൂരിനെയും തലക്കടത്തൂരിനെയും ഇടയിലുള്ള പാറാൾ എന്ന് പറയുന്ന സ്ഥലത്ത്, ഓവുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് 100 കണക്കിന് ആടുകളെയാണ് അറുത്തത്. എല്ലാ വർഷവും നടക്കുന്ന 100 കണക്കിന് ആടുകളെ മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരിൽ നേർച്ചയാക്കി അറുത്തു. അതിന്റെ മാംസം അവിടെ ഭക്ഷണമാക്കി വിതരണം ചെയ്തു. ആ അറുത്ത ആടുകളുടെ തല ലേലം വിളിച്ചു വിറ്റു. എനിക്കൊരാള് ഒരു മെസ്സേജ് വിട്ടിരുന്നു, ഒരു തലക്ക് 300 ഉറുപ്പ്യുള്ളൂ, ഞമ്മക്കത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പുറത്ത് അതിന് 500 ഉറുപ്പ്യാണ് അത്രേ ഒരു തല കിട്ടണമെങ്കിൽ. അവിടെ 300 ഉറുപ്പ്യ കൊടുത്താൽ നല്ല തല ഉണ്ട്, നമുക്കത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വിട്ടത്. വളരെ വേണ്ടപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞു നമുക്കത് പറ്റൂല, അത് ഹറാമായ, അള്ളാന്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം ഹറാമാണ്, കഴിക്കാൻ പാടില്ല. അതിന്റെ നേർച്ച ശിർക്കാണ്. ശിർക്കിന് വേണ്ടി നിർവഹിക്കപ്പെട്ട ഒന്നിൻ്റെത് നമ്മൾ വില കൊടുത്തും മേടിക്കാൻ പാടില്ല, പറ്റൂല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടേക്ക് ആടുകളെ നേർച്ചയാക്കുന്ന ഉമ്മമാരുടെ വിശ്വാസം എന്താണെന്നറിയോ? അവരുടെ കുടുംബത്തിൽ എന്തോ ഒരു ആവശ്യം നിറവേറാനാണ്, എന്തോ ഒരു മുറാദുണ്ട്. ആ മുറാദ് എന്താന്ന് നേർച്ചയാക്കുന്ന അവർക്ക് അറിയുള്ളൂ. അത് ഈ മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഈ മൃഗത്തെ ഞാൻ അവിടേക്ക് അറുക്കാൻ കൊടുത്താൽ അത് സഫലമാകും എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം എങ്ങനെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് വന്നു? ഇങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്നത് മുശ്രിക്കുകളുടെ ഇടയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നടപ്പിലായിരുന്ന ചില മൃഗങ്ങളുടെ ഇടപാടുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരും പറഞ്ഞിരുന്നത് ഇത് അള്ളാഹുവിന്റെ പക്കൽ ഞങ്ങൾക്ക് പ്രതിഫലമുള്ളതാണ് എന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 103-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അള്ളാഹു അതിന്റെ നിലപാട്, ഇസ്ലാമിന്റെ നിലപാട് എന്താണ് ആ നേർച്ച മൃഗങ്ങളുടേത് എന്ന് അള്ളാഹ് നമുക്കുണ്ട് പഠിപ്പിച്ചു തന്നു. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത് അതാണ്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം. ബഹീറ എന്ന് പറയുന്ന, സായിബ എന്ന് പറയുന്ന, വസീല എന്ന് പറയുന്ന, ഹാം എന്ന് പറയുന്ന 4 തരത്തിലുള്ള നേർച്ച മൃഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ അവർക്ക് നിർവഹിക്കപ്പെടാൻ, മുറാദുകൾ ഹസിലാവുന്നതിന് വേണ്ടി അവർ വളർത്തുന്ന മൃഗങ്ങളിൽ ഒരു നിശ്ചിത എണ്ണമുണ്ടായാൽ, നിശ്ചിത വർഷം തികഞ്ഞാൽ പ്രത്യേകമായിട്ട് അവർ നേർച്ചയാക്കി വിടുന്ന മൃഗങ്ങളാണ്. ഒട്ടകത്തിന്റെയും ആടുകളുടെയും ഇടയിൽ നിന്ന് വിശദീകരിക്കേണ്ടുന്ന 4 പേരുകളാണ് ബഹീറയും സായിബയും വസീലയും ഹാമും. നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ കൈകളുള്ള ആളുകളാണ്. സൂറത്ത് മാഇദയിലെ 103-ാമത്തെ ആയത്തിന്റെ ഭാഗത്ത് ഇതിന്റെ വിശദീകരണം കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ മനസ്സിലാവും എന്താണ് ബഹീറ, എന്താണ് വസീല, എന്താണ് സായിബ, എന്താണ് ഹാം എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പേരുകളുള്ള ഏതാനും നേർച്ച മൃഗങ്ങളെ നേർച്ചയാക്കി വിടുന്ന സമ്പ്രദായം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ ചെയ്തിരുന്നു. എന്നാ റസൂലുള്ളാഹി എന്താ പറയേണ്ടത്? നിങ്ങൾ നേർച്ച പരിപൂർണമായിട്ട് ഒഴിവാക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന പേരൊക്കെ ഒന്നുകൊണ്ട് മാറ്റിയിട്ട് ഇബ്രാഹിം നബിന്റെ പേരിൽ, ഇസ്മായിൽ നബിന്റെ പേരിൽ, ഏതെങ്കിലും പ്രവാചകന്മാരുടെ പേരിലാക്കിക്കളി എന്നാ അത് ഇസ്ലാം ആവുമെന്ന് പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാമിലില്ല. അള്ളാഹുവിന്റെ പേരിലല്ലാത്ത ഒരു മഖ്ലൂക്കിന്റെ പേരിലും ഒരു മൃഗത്തെയും നേർച്ചയാക്കുക എന്നത് ഇസ്ലാമികം അല്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹു ഇങ്ങനെ ഒരു നേർച്ച സമ്പ്രദായത്തെ നിശ്ചയിച്ചിട്ടില്ല. പിന്നെന്തുണ്ടായത്? വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ. ആ നിഷേധികളായ, ധിക്കാരികളായ ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാണ്. ആരുടെ പേരിലാ കളവ് പറഞ്ഞത്? അള്ളാഹിന്റെ പേരിൽ. അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നോ? ഉണ്ട് എന്ന് അള്ളാഹ് പറയണത്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ സമസ്തയിൽ ഉസ്താദുമാർ അവർ പലപ്പോഴും പറയാറുള്ള ഒന്നും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് താല്പര്യമുള്ള ഒന്നിനെ അള്ളാഹു എന്ന് കൽപ്പിച്ചു വായ കൊണ്ട് വെറുതെ പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇഅ്തികാഫിരിക്കുന്ന സുന്നത്തായ ഒരു കർമ്മത്തെ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകുന്ന സാഹചര്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാ, നബിയെ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ മുസ്ലിം ആകുന്നതിന് മുമ്പ് മസ്ജിദുൽ ഹറമിൽ ഇഅ്തികാഫ് ഇരിക്കാമെന്ന് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീട്ടേണ്ടതുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം റസൂലുള്ളാഹിയോട് ചോദിക്കുക, ഞാൻ മസ്ജിദുൽ ഹറമിൽ ഇഅ്തികാഫ് ഇരിക്കാമെന്ന് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പൂർത്തിയാക്കിയിട്ടില്ല, ഞാനത് വീട്ടേണ്ടതുണ്ടോ? റസൂലുള്ളാഹി പറയാ, തീർച്ചയായിട്ടും അത് വീട്ടേണ്ടതുണ്ട്. ഉമറെ, നീ അറിയാത്ത യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിലല്ലല്ലോ നീ അത് നേർച്ചയാക്കിയത്, നിന്റെ വിശ്വാസം അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് വേണ്ടെന്നല്ല പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ശരിയായ റബ്ബിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിന്റെ പരിപൂർണ രൂപത്തിൽ ആകാത്തത് കൊണ്ടാണ് അവരെ മുശ്രിക്കുകൾ എന്ന് പറയേണ്ടി വന്നത്. ഒരാൾക്ക് മുശ്രിക്കാവണമെങ്കിൽ മിനിമം ക്വാളിറ്റി അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണമെന്നാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് മുശ്രിക്കാവാൻ പറ്റൂല. അള്ളാഹു ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ ആ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി തരാൻ പല മഹാന്മാരുമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ മഹാന്മാരോട് തങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മസ്ജിദുൽ ഹറമിലെ ഇഅ്തികാഫിനെ പൂർത്തീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു എന്നാണ്.
ഇവിടെ അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കി വിടുന്നു, എന്നിട്ട് അത് അള്ളാഹു പ്രതിഫലം തരുമെന്ന് വാദിക്കുന്ന മുശ്രിക്കുകളോട് അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിന് പുറമെ ഒരു മഖ്ലൂക്കിന്റെ പേരിലും ഒരു നേർച്ചയും അള്ളാഹു കണക്കാക്കിയിട്ടില്ല. ആ ആയത്ത് അവസാനിക്കുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ്. അധികം ആളുകൾക്കും ഇക്കാര്യം അറിയുന്നില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നേർച്ച സ്ഥലങ്ങളിലേക്ക് നേർച്ച വിഭവങ്ങളും പണങ്ങളും അരിയും മാംസവും അതിന് വേണ്ടുന്ന എല്ലാ വിപുല സംഗതികളും എത്തിച്ചു കൊടുക്കുന്നത് ഒരു ചുക്കും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരാ. ഒന്നും അറിയില്ല അവർക്ക്. ഇതെന്താണെന്ന് അറിയില്ല, ഇത് ശിർക്കാവോന്ന് അറിയില്ല, ഇത് ഇസ്ലാമിലുണ്ടോന്ന് അറിയില്ല, ഇതിന്റെ നിബന്ധനകൾ നിയമങ്ങൾ ഒന്നും അറിയില്ല. അവരുടെ അടുത്ത് ആടുണ്ട്, ആടിനെ ഒരു നേർച്ചയാക്കുന്നു, അതിനപ്പുറം ഒന്നും അവർക്ക് അറിയില്ല. അള്ളാഹ് തന്നെ പറഞ്ഞു, അക്സറുഹും ലാ യഅഖിലൂൻ. അധികം ആളുകളും ഇത് ചിന്തിച്ചു മനസ്സിലാക്കിയവരല്ല. ചിന്തിച്ചു മനസ്സിലാക്കിയ ആളുകൾ പിന്നെ ഈ ദർഗയിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പൊ ഈ ആയത്തിന് അങ്ങനെയും കൂടി ഒരു വ്യാഖ്യാനമുണ്ട്. ചിന്തിച്ചു മനസ്സിലാക്കി പിന്നെ അവർ ഒരു കോഴിനെ നേർച്ചയാക്കൂല. എന്റെ വീട്ടിൽ നിന്നൊക്കെ ധാരാളം കോഴികളെ നേർച്ചയാക്കിയിരുന്ന വീടാ, കുടുംബ. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോ അള്ളാഹുവിന്റെ പേരിലല്ലാത്ത ഈ പരിപാടികൾ അത് ശിർക്കാണ്, അത് ഹറാമാണ്, അത് കുഫറാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അപ്പൊ അധികം ആളുകളും എന്തുകൊണ്ട് അത് ചെയ്യുന്നത്? അറിയാത്തത് കൊണ്ടാണ്, ചിന്തിച്ചു മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആയതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത ആയത്ത് വളരെയധികം ശ്രദ്ധേയവും വല്ലാത്തൊരു അത്ഭുതവുമായിട്ട് തോന്നും. 103-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ അതിന്റെ 104-ാമത്തെ അടുത്ത ആയത്ത് തുടങ്ങുന്നത് വളരെ ശ്രദ്ധേയമാണ്. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ. അവരോട് നമ്മൾ പറയാണ്, നിങ്ങൾ ഈ നേർച്ചയും പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും എന്തു പറഞ്ഞു എന്ന് കേട്ടു മനസ്സിലാക്കാൻ വരൂ എന്ന് അവരോട് പറഞ്ഞാൽ അവരെന്തു പറയും? ഖാലൂ, അവർ മറുപടി പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഞങ്ങളെ വാപ്പാന്മാരായിട്ട് അള്ളാഹിന്റെ റസൂലിന്റെയും കാര്യങ്ങൾ മനസ്സിലാക്കി വന്നവരാ. ഇനിയിപ്പോ പ്രത്യേകമായിട്ടൊരു അള്ളാഹുവിന്റെ നിർദ്ദേശത്തിലേക്ക് എന്താണോ ഞങ്ങളെ വാപ്പാന്മാർ ചെയ്തു വന്നത് അതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഞങ്ങളോട് ഇനിയും ഇസ്ലാം ആവാൻ വേണ്ടി പറയാ. ഇതാ ചില ആൾക്കാർ ചോദിക്കുക, കൂട്ടരെ നിങ്ങൾ ഈ ചെയ്യുന്നത് മുശ്രിക്കുകളുടെ സമ്പ്രദായമാണ്, അതിനി ഇസ്ലാമിൽ ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് കാണിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതാണ് നമ്മുടെ കൊടക്കാട് മഹലിൽ നടന്ന ഗ്രൂപ്പിൽ അവിടുത്തെ ഉസ്താദുമായി നടന്ന ചർച്ചയിൽ ഈ ആയത്ത് ഓതുകയും ഇത് മുശ്രിക്കുകളുടെ സമ്പ്രദായമാണ് എന്ന് പറയുകയും ചെയ്തപ്പോ അദ്ദേഹം അവിടെ പറഞ്ഞു, ഇത് മുശ്രിക്കുകളുടെ സമ്പ്രദായം തന്നെയാണ്, ശരിയാണ്. പക്ഷേ ഞങ്ങൾ നടത്തുന്ന മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിലേക്ക് ആടിനെ അറക്കുന്ന, പൊത്തിനെ അറക്കുന്ന, ബദരീങ്ങളെ പേരിൽ നേർച്ചയൊക്കെ അറക്കുന്ന അതിൽ ഞങ്ങളെടുത്ത് തെളിവുണ്ട്, ഖുർആനിൽ ആയത്തുണ്ട്, ഞാൻ അത് ഓതും എന്ന് പറഞ്ഞു. ആ ഉസ്താദ് ഇതുവരെ ഓതിയിട്ടില്ല. ഇന്നലെയും ആവർത്തിച്ച് ചോദിച്ചു, ആയത്ത് എവിടെ? അങ്ങനെ ഒരു ആയത്ത് ഉണ്ടെങ്കിലല്ലേ ഓതാൻ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകളിൽ 114 അധ്യായങ്ങളിൽ ഒരായത്ത് അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു മഹാന്റെ പേരിൽ മൃഗങ്ങളെ അറുത്ത് നേർച്ചയാക്കാമെന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് പറയൽ തന്നെ ആ ഖുർആനിനെ നിഷേധിക്കുന്നതിന് തുല്യ. കാരണം അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആനിൽ. എന്നിട്ട് ഞാൻ ഉണ്ടെന്ന് വേറൊരുത്തുള്ളു പഠിപ്പിക്കുമ്പോഴോ അതുകൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സഹോദരങ്ങൾ ഉസ്താദിനോട് ചോദിക്കാൻ തുടങ്ങി, ഉസ്താദെ ആയത്ത് എവിടെ? ആയത്തുണ്ടെങ്കിലല്ലേ ഓതാ? ഇല്ലല്ലോ. അപ്പൊ ഇതുവരെ നടത്തി വരുന്ന സമ്പ്രദായം ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലാവും. ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടും. സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ട് അല്ലാഹ് പറയണത്, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് വരൂ, എന്നിട്ട് നോക്കൂ നിങ്ങൾ അവിടെ ഈ തരത്തിലുള്ള നേർച്ചകൾ ഉണ്ടോ എന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹി ആ തരത്തിലൊരു നേർച്ച സമ്പ്രദായം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറയും, അത് ഞങ്ങൾക്ക് നോക്കേണ്ടതില്ല. ഖാലൂ, അവർ പറയും,
ഹസ്ബുന, ഞങ്ങൾക്ക് മതിയായത് എന്താണെന്നറിയോ, വജദിന അലൈഹി ആബാഅന, ഞങ്ങളുടെ വാപ്പാന്മാരായിട്ട് ചെയ്തു വരുന്നൊരു പാരമ്പര്യമുണ്ട്, അതേ ഞങ്ങൾക്ക് വേണ്ടതുള്ളൂ എന്നവർ പറയും. എന്നിട്ട് അല്ലാഹ് പറയാ, ഔ ലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. കൂട്ടരെ, ഈ നേർച്ചയും മൃഗങ്ങളെ അറുക്കുക സമ്പ്രദായം കൊണ്ടു നടന്നിരുന്ന നിങ്ങളുടെ വാപ്പാന്മാർ ഒരു കാര്യവും പഠിക്കാത്തവരും ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്തവരും ഹിദായത്ത് ലഭിക്കാത്തവരുമാണെങ്കിൽ പോലും അവർ മതിയെന്നാണോ നിങ്ങൾ പറയണത്? അവരറിവില്ലാത്തതിന്റെ പേരിൽ ചെയ്തത് നിങ്ങൾ അറിയാൻ സാഹചര്യങ്ങൾ ഉണ്ടായി, ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ആ അവസരം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ വാപ്പാമാരെ കൂടെ നിൽക്കുള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മഹല്ലുകളിലും ചുറ്റുഭാഗങ്ങളിലും ഈ തരത്തിൽ നേർച്ചകൾ നടത്തുന്ന, അതിലേക്ക് പോകുന്ന ആളുകളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടായത്തുകൾ നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണേ. സൂറത്ത് മാഇദയിലെ 103, 104 ആയത്തുകൾ നിങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഈ ഒരു ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ബോധ്യമുള്ളതിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അറിയാതെ നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോ ഈ നടത്തിയിരുന്ന നേർച്ചയും കാര്യങ്ങളൊക്കെ നിർത്തിയാൽ വല്ല കുരുത്തക്കെടും തൊട്ടോ എന്നൊരു ബേജാറുണ്ട് കുറെ ആളുകൾക്ക്. നടത്തിപ്പോന്നിരുന്നല്ലേ, അങ്ങനെയാണ്. നേർച്ചക്കാരുടെ കോപം ഉണ്ടാവുമോ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ചില ആളുകൾക്ക്, പേടി. അതുകൊണ്ട് നിർത്താനൊരു പേടിയുള്ള ആൾക്കാരുണ്ടാവും. അവരോട് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറയാണ്, വിശ്വസിച്ചവരെ, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, വിശ്വസിച്ചവരെ, ലാ യദുറുക്കും മൻ വല്ല ഇദ ഹദൈതും ഇലല്ലാഹി മർജിഉക്കും ജമീഅ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. അടുത്ത ആയത്ത് സൂറത്ത് മാഇദയിലെ 103, 104, 105. 105-ാമത്തെ ആയത്തിൽ പറയും, വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നേർവഴി പ്രാപിച്ചവരാണെങ്കിൽ വഴി പിഴച്ചവർ നിങ്ങൾക്ക് യാതൊരു ദ്രോഹവും വരുത്തി വെക്കുകയില്ല. ഒരു ദ്രോഹം വരുത്തി വെക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഈ ആയത്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. വഴി പിഴച്ച ഒരു ജൂതന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുന്ന ഒരു പ്രവാചകനെ ബുദ്ധി കേടിരുത്തിയിട്ട് ഇരുത്താനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന ചില ആൾക്കാർ ഇപ്പുണ്ട്. വലിയ അപകടത്തിലേക്കാണ് പോണത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ മാർഗത്തിലേക്ക് ആയത്തുകൾ മനസ്സിലാക്കി മുഹമ്മദുർ റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അത് യാഥാർത്ഥ്യമാക്കി മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിലകൊള്ളുന്ന ഒരുത്തനെ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയിലുമാക്കാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല എന്ന് അള്ളാഹ് പറയുമ്പോ അതല്ലേ നമുക്ക് ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? അതല്ലേ ഈമാൻ എന്ന് പറയുന്നത്? അതല്ലേ നിർഭയത്വം എന്ന് പറയുന്നത്? അവിടെ ഭയപ്പാട് ഉണ്ടാക്കലാണോ? അല്ല, ഉള്ള ഭയപ്പാടുകളെ ഒഴിവാക്കി കൊടുക്കല. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറയാണ്, ആ വഴി പിഴച്ചവർ നിങ്ങൾക്ക് ഒരു ദ്രോഹവും വരുത്തി വെക്കുകയില്ല, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ ഒക്കെ മടക്കം. അതാണ് അള്ളാഹു പറഞ്ഞത്. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളുടെ മുഴുവനും മടക്കം അള്ളാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, അവിടെ ആ മടങ്ങി ചെല്ലുന്നിടത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവൻ നിങ്ങളെ കൃത്യമായിട്ട് വിവരമറിയിക്കും. എന്ത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത്? അതിനെന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണത്? നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കി, നിങ്ങളുടെ മൃഗങ്ങളെ ചെലവഴിച്ചു, സമയം ചെലവഴിച്ചു, യാത്ര ചെയ്തു. ഒരു നേർച്ച കഴിഞ്ഞ് മറ്റൊരു നേർച്ചയിൽ ഈ നേർച്ചക്കാലം കൊണ്ട് കഴിയുമ്പോഴത്തിന് കുറെ ആളുകൾക്ക് ഇത്ര നേർച്ചക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരാശ്വാസം കൊള്ളലാണ്.
ചില സഹോദരങ്ങൾ, വയസ്സായ സഹോദരങ്ങൾ, അവരേറ്റവും കൂടുതൽ നേരം ഇരുന്ന് വർത്താനം പറയും. പ്രായമുള്ള ആളുകളോട് ഇരുന്ന് വർത്താനം പറയുന്നത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടാനും കേൾക്കാനൊക്കെ കാര്യമാവും. അതുകൊണ്ട് അതൊരു ശീലമാണ്. ചെറുപ്പത്തിലെ പ്രായമായ ആളുകളുടെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാം. പല ആളുകളും പറയാണ്, ഇതുവരെ ഹജ്ജിന് പോകാൻ തൗഫീക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഒരുപാട് നേർച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച് സായൂജ്യം അണിഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ചെയ്തിട്ടില്ല എന്നുള്ളതിലൊരു വിഷമം തോന്നിയിട്ടില്ല, ഇന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് നേർച്ചകൾ നിറവേറ്റിയപ്പോ. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തറിവിന്റെ അടിസ്ഥാനത്തിലായി പറയണത്? ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ, അവന്റെ സമ്പത്തും ആരോഗ്യവും അവന്റെ യാത്രാ വഴികളും ഒക്കെ അവന് അനുകൂലമായി കഴിഞ്ഞാൽ, ആ ഹജ്ജ് നിർവഹിക്കാതെ നമ്മുടെ നാട്ടില് ചില ആളുകൾ പറയാ, അജ്മീർ പോയിട്ടുണ്ട്, ഹജ്ജിന് പോവാത്തതിന്റെ വിഷമാണ്ട് തീർന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് എവിടുന്നോ കിട്ടിയ ഒരു പാരമ്പര്യമായി കിട്ടിയ ഒരു വർത്താനാണ്. അതിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട് കുടുംബങ്ങളിൽ. സഹോദരങ്ങളെ, അത് മുഴുവനും ഷിർക്കിന്റെ കേന്ദ്രങ്ങളാണ്, ദീനിന് എതിര് നിൽക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണുള്ളത്. അങ്ങനെ ഒന്നും ഒരു സ്ഥലത്തേക്കും ഒരു യാത്രയും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ 3 സ്ഥലത്തേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് 3 സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്ന് മസ്ജിദുൽ ഹറമാണ്. നമ്മള് മക്കയിലെ ആ കഅബാലയം നിലകൊള്ളുന്ന ആ മസ്ജിദിലേക്ക് നേർച്ചയാക്കി നിയ്യത്താക്കിയിട്ട് യാത്ര ചെയ്യൽ പുണ്യകരമാണ്. ഒന്ന് മസ്ജിദുർ റസൂൽ, റസൂലുള്ളാഹിന്റെ പള്ളിയാണ്, മദീന പള്ളിയാണ്. മസ്ജിദുൻ നബവിയിലേക്ക് നേർച്ചയാക്കിക്കൊണ്ട് നിയ്യത്താക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ പുണ്യമാണ്. അവിടുത്തെ നമസ്കാരങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതാണ്. മറ്റൊരു പള്ളിയുള്ളത് മസ്ജിദുൽ അഖ്സയാണ്. ഇന്ന് ജൂതന്മാരുടെ, സയനിസ്റ്റുകളുടെ കൈകളിൽ വളരെ പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് അവിടുത്തെ ഫലസ്തീൻ മക്കളുടെ ചെറുത്തുനിൽപ്പിൽ ആ പള്ളി വളരെയധികം പ്രതിസന്ധിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെതിരെ തന്ത്രങ്ങൾ മെനയുന്ന മുഴുവൻ കുതന്ത്രകാരികളെയും പരാജയപ്പെടുത്തി ആ മസ്ജിദുൽ അഖ്സയിൽ സ്വതന്ത്രമായി വിശ്വാസികൾക്ക് സുജൂദ് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളെ അല്ലാഹു സുബ്ഹാനഹു തആല നിർഭയത്വത്താൽ നിലനിർത്തുമാറാവട്ടെ. അതിൻ്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വന്നവർക്ക് അല്ലാഹു അവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ, രോഗങ്ങൾ കൊണ്ട് ചികിത്സയിലായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നൽകപ്പെടുന്ന ചികിത്സ, അവരുടെ രോഗം പരിപൂർണമായി ശിഫയാകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ഉസ്താദുമാരുണ്ട്. അവരുടെ ബർസഖിയായ ലോകത്തെക്കുറിച്ച് അറിയുന്നവൻ നീ മാത്രമാണ്. അല്ലാഹുവേ, വിശ്വാസികളായിക്കൊണ്ട് ബർസഖിയായ ലോകത്തെത്തിയവർക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.